ഞാനിപ്പോൾ നിങ്ങളോട് ഒരു കൂട്ടം ആളുകളെക്കുറിച്ച് പറയാം. അവരെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ലെങ്കിൽ അവർ ആരോടാണ് സാമ്യം ചെയ്യുന്നതെന്ന് ആലോചിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ഒരു കൂട്ടം ജനമായിരിക്കാം. ഈ ആൾക്കാർ ദൈവത്തെ സീരിയസ് ആയിട്ട് എടുക്കുന്നവരാണ്. അവർ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യും. ചർച്ചിൽ അല്ലെങ്കിൽ പള്ളിയിൽ എല്ലാ ആഴ്ചയിലും സ്ഥിരമായിട്ട് പോകുന്നവരാണ്. അവരുടെ ജീവിതം മുഴുവൻ അവർ വിശുദ്ധരായിരിക്കാനും അനുസരണയുള്ളവരായിരിക്കാനും ശ്രമിക്കുന്നു. മറ്റുള്ളവർ കാര്യമാക്കാത്ത ദൈവത്തിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ അനുസരിക്കാൻ ശ്രമിക്കും. അവർക്ക് അവരുടെ ചുറ്റും നടക്കുന്ന മാറ്റങ്ങൾ കുറിച്ച് കാണുമ്പോഴേക്കും ഒരു ചെറിയൊരു കൺസേൺ ഉണ്ടാവാറുണ്ട്. വർഷം തോറും ലോകം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോകുന്നു എന്ന തോന്നലിൽ അത് അവർക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര വിഷമമേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആരോട് സമയം ചെലവഴിക്കണം എന്നത് അവർ ഭയങ്കര ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. ആ കൂട്ടം അവർ വിശുദ്ധരായി നിലനിൽക്കുവാൻ വേണ്ടിയിട്ട്, വേറിട്ട് നിൽക്കുവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുമായുള്ള സംസർഗം കുറയ്ക്കുകയും ചെയ്യാറുണ്ട്. ആരോടെങ്കിലും സാമ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ ഈ ഒരു കൂട്ടർ? സത്യം പറഞ്ഞാൽ ഇത് സഭയിലുള്ള അല്ലെങ്കിൽ ചർച്ചിലെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആളുകളെ പോലെ തന്നെയല്ലേ തോന്നുന്നത്, അല്ലേ? പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ പള്ളിയിലുള്ളവരെ പറ്റിയിട്ടല്ല, പരീശന്മാരെ പറ്റിയിട്ടാണ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തത്. ദൈവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ സമയത്തിൽ ഉണ്ടായിരുന്ന ഫാരസീസിനെ പറ്റിയിട്ട്. യേശുവിൻ്റെ കാലത്ത് പല കൂട്ടരുണ്ടായിരുന്നു: സദൂക്യർ, എസ്സീൻസ്, സെലറ്റ്സ്. പക്ഷേ ഇപ്പോഴത്തെ ദൈവവുമായുള്ള ബന്ധം സീരിയസ് ആയിട്ട് എടുക്കുന്ന, ബൈബിൾ വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്ത്യൻസ് ഏറ്റവും സാമ്യമുള്ളത് ഇതിൽ ഫാരസീസിനോടാണ്. ഈ വീഡിയോയിൽ അവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, നമ്മുടെ സഹോദരന്മാർ. നമ്മളും അവരും തമ്മിൽ ഉള്ള സാമ്യം അറിയണമെങ്കിൽ ആക്ച്വലി നമ്മൾ ക്രിസ്ത്യാനിറ്റി ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ആരംഭിച്ചപ്പോഴേക്കും ഈ 4 കൂട്ടം യഹൂദരിൽ നിന്ന് ഏറ്റവും അധികം പേര് ക്രിസ്ത്യാനിറ്റി പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തത് ഫാരസിയിൽ നിന്ന ഗ്രൂപ്പായിരുന്നു. പിന്നെ പുതിയ നിയമത്തിൽ ഏറ്റവും അധികം ബുക്ക് എഴുതിയ വ്യക്തിയും പൗലോസ് അദ്ദേഹത്തിൻ്റെ തന്നെ പറ്റി പല പ്രാവശ്യം പറയുമ്പോഴേക്കും ഞാൻ പരീക്ഷനാണെന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഫാരസീസ് റിസറക്ഷനിൽ വിശ്വസിച്ചിരുന്നു, ഉയർപ്പിൽ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉയർത്തെഴുന്നേറ്റ ഒരു മെസ്സയ എന്നത് അവർക്ക് അത്ര വലിയൊരു മാറ്റമായിരുന്നില്ല. ബാക്കിയുള്ളവരെക്കാൾ ചെറിയൊരു ചുവട് മാത്രം അവർ വെച്ചാൽ മതിയായിരുന്നു. അവരായിരുന്നു നമ്മളുമായി ജ്യൂസിൽ ഏറ്റവും സാമ്യമുള്ള കൂട്ടർ. അതുകൊണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ കഥയിൽ ഫാരസീസ് നമ്മുടെ എതിർവശത്തുള്ള വില്ലന്മാരല്ല, അവർ നമ്മുടെ വിശ്വാസ കുടുംബത്തിലാണ്. ഒരേ സ്വഭാവം, ദൈവത്തോട് ഒരേ സീരിയസ്നെസ്, വേദപുസ്തകത്തിനോട് ഒരേ സ്നേഹം. അതുകൊണ്ട് തന്നെ അവരെ പലപ്പോഴും വീഴ്ത്താനുള്ള കാര്യങ്ങൾ നമ്മളെയും വീഴ്ത്തുന്നുണ്ടെങ്കിലോ? ഇന്ന് അതിലൊന്ന് നമുക്ക് നോക്കാം. ഫാരസീസ് യേശുവിനോടും യേശുവിൻ്റെ ശിഷ്യന്മാരോടും കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ മുഴുവൻ ഒരൊറ്റ ഒരു ചോദ്യത്തിനെക്കുറിച്ചാണ് നമ്മൾ സമയം ചെലവഴിക്കാൻ പോകുന്നത്. പിന്നെ ആ ചോദ്യത്തിലുള്ള ആൾക്കാരെക്കുറിച്ചും. ആ ചോദ്യം 3 സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മത്തായി 9:11, മർക്കോസ് 2:16, ലൂക്കോസ് 5:30. മർക്കോസ് എഴുതുന്നത് ഇങ്ങനെയാണ്. മർക്കോസ് 2:16 ഇങ്ങനെ പറയുന്നു: അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് പരീശന്മാരുടെ കൂട്ടത്തിലുള്ള ശാസ്ത്രിമാർ കണ്ടിട്ട് അവൻ്റെ ശിഷ്യന്മാരോട്, അവൻ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. 3 തവണ എഴുതപ്പെട്ടു എന്ന് വെച്ചാൽ ഇത് അന്ന് അത്രയും വലിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് റിപ്പീറ്റഡായിട്ട് ഈ സുവിശേഷകന്മാർ അത് എഴുതിയത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ആരാണ് ഈ ചുങ്കക്കാരും പാപികളും? ഫാരസീസ് അവരെ മോശമായിട്ടുള്ള ആളുകളായിട്ടാണ് കണ്ടത്. അങ്ങനെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർ ശരിക്കും മോശമായിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പാപികളെന്ന് കേൾക്കുമ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ പെട്ടെന്ന് ഓർക്കും. ഒരു കൊലപാതകം ചെയ്ത വ്യക്തി, വേശ്യാവൃത്തി ചെയ്യുന്ന ഒരാണോ പെണ്ണോ, കള്ളൻ, ചതിയൻ, പാപം ഉറക്കെ കാണിക്കുന്ന വ്യക്തികൾ. പിന്നെ നമ്മൾ വിചാരിക്കും യേശു ഇവരുടെ കൂടെ പോയി ഇരുന്നതായിരുന്നു ഒരു വലിയ കാര്യം എന്ന്. പക്ഷേ അവർ ശരിക്കും മോശം ആളുകളായിരുന്നോ? എല്ലാവരും അല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗവും മോശക്കാരല്ലായിരുന്നു.
അവർ വെറും വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരായിരുന്നു. ആ വ്യത്യാസം എന്തായിരുന്നു എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഗ്രീക്കിൽ ഈ വാക്കിനെ ഹമർത്തലോസ് എന്നാണ് പറയുന്നത്, പാപികൾ എന്നുള്ളത്. അതിൻ്റെ റൂട്ട് വേർഡ് ഹമർത്തിയ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് വരുന്നത്. അത് മിസ്സിങ് ദ മാർക്ക് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരാൾ ഒരു അമ്പെയ്ത്തുകാരൻ ഒരു അമ്പ് ചെയ്യുമ്പോഴേക്കും ആ ലക്ഷ്യസ്ഥാനത്തിൽ കൊള്ളാതെ മാറി വേറെ സ്ഥലത്ത് കൊള്ളുന്നതിനാണ് മിസ്സിങ് ദ മാർക്ക് എന്ന് പറയുന്നത്. അതാണ് ആ വാക്കിൻ്റെ റൂട്ട് വേർഡിൻ്റെ അർത്ഥം. അത് പാപത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹമർത്തലോസ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം അതാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഈ വാക്കിന് പുതിയ നിയമസമയത്ത് ഫാരസീസ് ഇതിന് മാത്രമല്ല ഉപയോഗിച്ചിരുന്നത്. അത് പറയാൻ വേണ്ടി കുറച്ചു കാലം മുൻപിലേക്ക് നമുക്ക് പോകണം, പുതിയ നിയമത്തിൻ്റെ മുൻപിലേക്ക്. ഇതിൽ ചിലർ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന ചിലർ ഈ ചാനലിലുള്ള ഇതിനു മുമ്പ് ഇറക്കിയ 2 വീഡിയോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. 400 വർഷത്തെ നിശബ്ദത എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഗ്രീക്ക് പ്രതിസന്ധിയുടെ കാലത്തിനെക്കുറിച്ച് പറയുകയുണ്ടായി. അക്കാലത്താണ് ഈ പാപി എന്ന വാക്കിന് അർത്ഥം മാറിത്തുടങ്ങിയത്. അല്ലെങ്കിൽ വേറെയും അർത്ഥങ്ങൾ ഇതിനോട് കൂടിച്ചേർത്തത് ആ സമയത്തായിരുന്നു. ഗ്രീക്ക് കൾച്ചറിന് യഹൂദ സംസ്കാരത്തിന് മേൽ വലിയൊരു സമ്മർദ്ദമുണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു ഈ 400 വർഷത്തിൽ. ഗ്രീക്ക് സംസാരം സ്വീകരിച്ച ആളുകളെ ഹെലനിസ്റ്റ് ജൂസ് എന്നാണ് വിളിച്ചിരുന്നത്. ഗ്രീക്ക് ജിംനേഷ്യത്തിൽ പോയവർ, ഗ്രീക്ക് പേരുകൾ എടുത്തവർ, എല്ലാവരും പിന്തുടരുന്ന ആ പുതിയ ട്രെൻഡിൻ്റെ പുറകെ പോയ ആൾക്കാർ. അവരെയാണ് നേതാക്കൾ ഈ പാപി എന്ന വാക്കുകൊണ്ട് അടയാളപ്പെടുത്തിയത്, സംസ്കാരത്തിൻ്റെ കൂടെ പോയതുകൊണ്ട്. ഇത് വെറും മനോഭാവത്തിൽ ഒതുങ്ങിയ ഒരു കാര്യമായിരുന്നില്ല. ഗ്രീക്ക് ജിംനേഷ്യമിൽ പുരുഷന്മാർ നഗ്നരായാണ് വ്യായാമം ചെയ്തിരുന്നത്. പിന്നെ പരിച്ഛേദന ദൈവവുമായുള്ള ഉടമ്പടിയുടെ ശാരീരിക അടയാളമായതുകൊണ്ട് തന്നെ അത് യഹൂദരെ ഈ ജിമ്മിൽ കയറ്റാൻ വേണ്ടി പെട്ടെന്ന് വേറിട്ട് നിർത്തുമായിരുന്നു. 1 മാക്കബിയർ 1:14-15 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോക്രിഫ ബുക്കുകളിൽ വരുന്നതാണ് മാക്കബീസ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിൻ്റെ അടയാളങ്ങളെ അവർ മായ്ച്ചു കളഞ്ഞ് വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങൾ മുഴുകുകയും ചെയ്തു. യഹൂദ പുരുഷന്മാർ ആ പരിച്ഛേദന തിരിച്ചു മാറ്റാൻ ഒരു ശസ്ത്രക്രിയ വരെ ചെയ്തു. ദൈവവുമായുള്ള ഉടമ്പടിയുടെ ആ അടയാളം മായ്ച്ചു കളയാൻ ഗ്രീക്കുകാരുടെ കൂടെ ജിമ്മിൽ പോകാൻ വേണ്ടി മാത്രം. അത്രയും ശക്തമായിരുന്നു ആ കൂട്ടത്തിൽ ചേരാനുള്ള ആഗ്രഹം. അവരായിരുന്നു അപ്പോഴത്തെ പാപികൾ. എന്തിനുമുപരി എല്ലാവരും പിന്തുടരുന്ന ആ രീതിയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ച ആളുകൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം ആരംഭിക്കുകയുണ്ടായി. ആ 400 വർഷങ്ങളിൽ യഹൂദ നേതാക്കളും ഗുരുക്കന്മാരും ഈ വാക്കെടുത്ത് അവരെയും നമ്മളും എന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. വാക്കിൻ്റെ അർത്ഥം വെറും പാപമായിരുന്നു, പാപം ചെയ്യുന്ന വ്യക്തികൾ. പക്ഷേ അവരതിനെ ഒരു മുദ്രയാക്കി മാറ്റി. ഞങ്ങളെപ്പോലെ ജീവിക്കാത്ത, ഞങ്ങളുടെ രീതിയിൽ ന്യായപ്രമാണം പിന്തുടരാത്ത ആളുകളെ അടയാളപ്പെടുത്തുവാനായിട്ട് അത് ഉപയോഗിച്ചു. ഒരു ഫാരിസിയെ സംബന്ധിച്ച് പാപി എന്നാൽ അവർ കൂട്ടിച്ചേർത്ത എക്സ്ട്രാ നിയമങ്ങൾ ഉൾപ്പെടെ അവരെ പിന്തുടരുന്ന രീതിയിൽ പിന്തുടരാത്ത ആളായിരുന്നു. ഈ ആളുകൾക്ക് ഒരു പേര് തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അവർ വിളിച്ചിരുന്നത്, ഇതൊരു എബ്രായ പദമാണ്, ആം ഹാരെറ്റ്സ്. ഹീബ്രു വേർഡ്, ഗ്രീക്കിൽ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ആം ഹാരെറ്റ്സ് എന്നാണ് അവർ വിളിച്ചിരുന്നത്. നാട്ടിലെ ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നാട്ടുകാർ, സാധാരണ യഹൂദർ. കള്ളന്മാരല്ല, കൊലപാതകികളല്ല, മോശം ആളുകളും അല്ല. മിക്കവാറും ഈ ജിമ്മിൽ പോകാത്തവരും ആയിരിക്കും. ഈ പരിച്ഛേദന റിവേഴ്സ് ചെയ്യാതെ ജസ്റ്റ് ആൾക്കാരുടെ കൂട്ടങ്ങളിൽ ഏർപ്പെട്ട ആളുകൾ. ഫാരിസീസ് ഉണ്ടാക്കിയ ബുദ്ധിമുട്ടേറിയ ശുദ്ധിയുടെ നിയമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത സാധാരണ ആളുകൾ. അതുകൊണ്ട് ഒരു ഫാരിസിക്ക് അവരോടുകൂടി ഭക്ഷണം കഴിച്ചിരുന്നില്ല. അവരെ തൊടുകയും ഇല്ലായിരുന്നു. ചിലപ്പോൾ അവരുടെ ഭക്ഷണം വാങ്ങുകയും ഇല്ലായിരുന്നു. അവരുമായുള്ള സമ്പർക്കം തന്നെ അശുദ്ധിയായിരുന്നു. അങ്ങനെയാണ് അവർ കണ്ടിരുന്നത്. അതുകൊണ്ട് ഈ 2 കാര്യവും ചേർത്ത് വെച്ച് നോക്കണം. കാരണം ആ വാക്ക് 2 തരത്തിലുള്ള ജോലി ചെയ്തു. ചിലപ്പോൾ പാപി എന്നാൽ ശരിക്കും ഗൗരവമായി പാപം ചെയ്യുന്ന വ്യക്തി, പാപത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പലപ്പോഴും
അത് വെറും ഒരു കൾച്ചറൽ വരയുടെ തെറ്റായ വശത്ത് നിന്ന ആൾക്കാരായിരുന്നു. വ്യത്യസ്തനായ ഒരാൾ, കൂട്ടത്തിൻ്റെ രീതിയിൽ ചേർന്ന് പോകാത്ത ആൾ. പിന്നെ മതനേതൃത്വം ആ രണ്ട് വാക്കുകളും പതുക്കെ കൂട്ടിക്കലർത്തി. നമ്മളെപ്പോലെ അല്ല എന്നതും പാപി എന്നതും ഒരു വാക്കായി മാറി. ചിലർ പാപികളായിരുന്നത് അവരുടെ ജോലി കൊണ്ട് മാത്രമാണ്. ചില ജോലികൾ മുഴുവനായി മോശമായിട്ടാണ് കണക്കാക്കിയിരുന്നത് ആ സമയത്ത്. അത് ഈ വാക്യത്തിൽ തന്നെ ഉള്ളതാണ്. ചുങ്കക്കാർ വരുന്നു. ചുങ്കക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്ടേഴ്സ്. അതായത് ഇപ്പം നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് പോലെയല്ല അന്ന് അവർ ടാക്സ് അടച്ചിരുന്നത്. ഇപ്പം നമ്മളൊരു സാധനം മേടിക്കുമ്പോഴേക്കും തന്നെ അതിൽ സെയിൽസ് ടാക്സ് വരികയാണ്. നമ്മളൊരു വീട് മേടിക്കുകയാണെങ്കിൽ വീടിൻ്റെ ടാക്സ് വരികയും, വണ്ടി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സ് വരികയും അങ്ങനെയായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ നേരെ തിരിച്ചായിരുന്നു. റോമ സാമ്രാജ്യം ഇവരെ അടക്കി ഭരിച്ചപ്പോഴേക്കും റോമക്കാരാണ് ടാക്സ് പിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അവർ യഹൂദ ജനത്തിനെ തന്നെ ഉപയോഗിച്ചു യഹൂദരിൽ നിന്ന് ടാക്സ് വാങ്ങുവാൻ വേണ്ടിയിട്ട്. കാരണം യഹൂദ ജനത്തിന് അവരുടെ സ്ഥലങ്ങളറിയാം, അവരുടെ രീതികളറിയാം. അതുകൊണ്ട് അവരെ തന്നെ ഉപയോഗിച്ച് ഇവർ ടാക്സ് എടുക്കാൻ ആരംഭിച്ചു. പക്ഷേ ഇത് യഹൂദ ജനം അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ പുറത്തുനിന്ന് വന്നൊരാൾക്ക് വേണ്ടി ടാക്സ് മേടിക്കുന്നത് കാണുമ്പോഴേക്കും അവരവരെ ഇത് നമ്മുടെ ഒറ്റുകാരാണ്, നമ്മുടെ കാശ് മൊത്തവും എടുത്തുകൊണ്ട് പോകുന്നവരാണ്, ഇവർ നമുക്ക് ചതിയന്മാരാണ്, അങ്ങനെ കാണാൻ തുടങ്ങി. അവരെയും പാപികളുടെ കൂട്ടത്തിൽ കൂട്ടാൻ തുടങ്ങി. ജോലി കൊണ്ട് നിങ്ങൾ പാപി എന്ന കൂട്ടത്തിൽ ഭാഗമാകും. ഇപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് യേശു ശരിക്കും എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആ കാലത്ത് ഒരാളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ലായിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നാൽ ആ ആളെ സ്വീകരിക്കുക എന്നൊരർത്ഥവും കൂടെയാണ്. ഞങ്ങളിൽ ഒരാളായി മാറുകയാണ് എന്നാണ് ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു ബേസിക് അർത്ഥം. ആ സമയത്ത് ഭക്ഷണം പങ്കിടുന്നത് അതുകൊണ്ട് ആ ആളുമായി ഒരു ഉടമ്പടിയിൽ പ്രവേശിക്കുന്നത് പോലെ ആയിരുന്നു. അതുകൊണ്ട് യേശു ഇരുന്ന് ഈ പാപികളോടെ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ പരസ്യമായി പുറത്താക്കപ്പെട്ടവരെ ഉൾപ്പെട്ടവരായി പ്രഖ്യാപിക്കുകയായിരുന്നു. മതനേതൃത്വം ജീവിതകാലം മുഴുവൻ വരച്ച ആ വര യേശു അവിടെ മായ്ച്ചു കളയുകയാണ്. ശ്രദ്ധിക്കുക, യേശു ഇവർ ശരിക്കും പാപികളല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നില്ല. അവൻ ആ വാക്കിനെ ഒരിക്കലും തർക്കിക്കുന്നുമില്ല. അവനെ ചോദ്യം ചെയ്യുമ്പോൾ യേശുക്രിസ്തു റെസ്പോണ്ട് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. അത് നമുക്ക് മർക്കോസിൻ്റെ 2:17 ഇങ്ങനെ വായിക്കാം. യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. കണ്ടോ, യേശു ക്രിസ്തു ആ വാക്ക് സ്വീകരിക്കുകയാണ്. നിങ്ങൾ ഈ ആളുകളെ തെറ്റായ മുദ്രകുത്തി എന്ന് അവൻ പറയുന്നില്ല. നിങ്ങൾ മുദ്രകുത്തി പുറത്താക്കിയ ആളുകൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വന്നതെന്നാണ് യേശു ക്രിസ്തു അവിടെ പറയുന്നത്. അവൻ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് ഒരിക്കലും യേശുക്രിസ്തു കുറഞ്ഞില്ല. യേശുക്രിസ്തു വാതിൽ കൂടുതൽ തുറക്കുകയാണ് ചെയ്തത്, വിശാലമായി തുറക്കുകയാണ് ചെയ്തത്. സാക്കിയസിനെ കുറിച്ചൊന്ന് ഓർക്ക്. ഒരു ടാക്സ് കളക്ടർ, ഒരു ഒറ്റുകാരനായിരുന്നു ആൾക്കാരുടെ മുൻപിൽ. യേശു സ്വയം ആ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ആളുകൾ പിറുപിറുക്കുകയാണ്. ലൂക്കോസ് 19:7 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു സാക്കിയസിനെ ആദ്യമേ പരിശോധിക്കുന്നില്ല, ആദ്യം നന്നാക്കാൻ പറയുന്നുമില്ല. അവൻ അകത്ത് കയറുന്നു, ഭക്ഷണം പങ്കിടുന്നു. ആ സ്വീകരണത്തിന് ശേഷമാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിലേക്ക് തിരിച്ചു പോവാം. ഫാരിസീസിൻ്റെ ഏറ്റവും അടുത്ത് ഇന്ന് ജീവിക്കുന്ന ബന്ധുക്കളായ നമ്മളിലേക്ക്. നമ്മളായിരുന്നെങ്കിൽ ചിലപ്പോൾ യേശുവിൻ്റെ ഭാഗത്ത് നിന്നേനെ എന്ന് പറയും, അന്നുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ സത്യം പറയാം, യേശുവിനെ കണ്ട് അന്ന് വിഷമിച്ചവർ, യേശുവിനെ കണ്ട് പിറുപിറുത്തവർ, അവർ മോശം ആളുകളായിരുന്നില്ല. അവർ വിശ്വാസികളായിരുന്നു. ദൈവവുമായുള്ള ബന്ധം സീരിയസ് ആയിട്ട് എടുത്ത വ്യക്തികളായിരുന്നു. വേദപുസ്തകം സ്നേഹിച്ച വ്യക്തികളായിരുന്നു. വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച ആൾക്കാരായിരുന്നു. നമ്മളും അങ്ങനെയാണെങ്കിൽ അവർക്ക് തോന്നിയ ആ വിഷമം നമുക്കും തോന്നാം. അന്ന് മാത്രമല്ല, ഇന്നും നമുക്കത് തോന്നാം. ഇത് ഇന്നിങ്ങനെ വരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കും നമ്മുടെ സ്വന്തം വലിയ പാപി കൂട്ടങ്ങളുണ്ട്.
ആ ആളുകളെ എങ്ങനെ സമീപിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുമുണ്ട്. എങ്ങനെയാണ് സുവിശേഷം ഈ പാപികളിലേക്ക് എത്തിക്കേണ്ടത്, നമുക്ക് ജയിലിൽ വിസിറ്റ് ചെയ്യണം, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട്. കാരണം യേശു അത് ചെയ്തു. അതിൽ നമുക്കൊരു നല്ല ഫീലിങ്ങും കിട്ടും സുവിശേഷ വേല ചെയ്തു എന്നുള്ളതിന്. പക്ഷേ മറ്റേ കൂട്ടരോ, അവരെ നമ്മൾ പതുക്കെ മാറ്റി നിർത്തുന്നു. അവർ വലിയ ഏതെങ്കിലും പാപത്തിൽ ജീവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അവർ കൾച്ചറലി വ്യത്യസ്തരായതുകൊണ്ട്. അവർ വല്ലാതെ മോഡേണായിപ്പോയി, വല്ലാതെ എപ്പോഴും ഓൺലൈനിലായതുകൊണ്ട്. കുറേ ടാറ്റു ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മുടിയിൽ കളർ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. വല്ലാതെ ജെൻസി ആയിപ്പോയി, അല്ലെങ്കിൽ ജെൻ ആൽഫ ആയിപ്പോയി. പുതിയ കാര്യം, പുതിയ ടെക്നോളജി, പുതിയ സ്റ്റൈല്, നമുക്ക് അതുമായി പൊരുത്തപ്പെടാൻ ആകുന്നതിന് മുൻപേ അവരത് സ്വീകരിക്കുന്നു. പിന്നെ ഉറക്കെ പറയാതെ തന്നെ നമ്മളെ പോലെ അല്ല എന്ന് പറയും, അല്ലെങ്കിൽ അതിന് നമ്മൾ വിശുദ്ധിയല്ല എന്നൊരു വ്യാഖ്യാനവും നമ്മൾ നൽകും. അതാണ് കൃത്യമായ ആ തെറ്റ്. അതേ ആം ഹാരിറ്റ്സ് നാട്ടുകാർ, അതേ ജിമ്മിൽ പോയിരുന്ന ആൾക്കാർ, ആ കൂട്ടർ വീണ്ടും നമ്മൾ തന്നെ വരച്ച വര പിന്നെ നമ്മൾ പറയും ദൈവം വരച്ച വരയാണ്. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ഒരു കൾച്ചറൽ വരയുടെ തെറ്റായ വശത്ത് നിൽക്കുന്നത് കൊണ്ട് ഒരാളെ പാപിയെന്ന് വിളിക്കുന്നു. അതാണ് ആ കെണി, പരീശന്മാരെ വീഴ്ത്തിയ കെണിയും. അതിൽ നമ്മളും പലരും പെടാറുണ്ട്. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ വേദപുസ്തകം നമുക്ക് ദൈവത്തിൻ്റെ ഒരു രീതി കാണിച്ചു തരുന്നുണ്ട്. വളരെ വ്യക്തമാണത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വേദപുസ്തകത്തിൽ ദൈവം എപ്പോഴെല്ലാം മനുഷ്യരായിട്ട് ഇടപഴകാൻ വരുന്നുണ്ടോ, അല്ലെങ്കിൽ മിക്ക മീറ്റിംഗ് പോയിൻറ്റ്സിലും അവിടെ ഭക്ഷണമുണ്ട്, ഫുഡുണ്ട്. ഒന്ന് രണ്ടെണ്ണം നമുക്കിപ്പോൾ നോക്കാം. എബ്രഹാമിൻ്റെ സമയത്ത് എബ്രഹാം ദൈവത്തെ കാണുന്നത് 3 അപരിചിതർ വരുമ്പോഴാണ്. അപ്പോൾ എന്താ അബ്രഹാം ചെയ്യുന്നത്? അവനൊരു ഭക്ഷണം ഒരുക്കുന്നു. ദൈവം അത്താഴത്തിന് വരുന്നു. അവരൊരുമിച്ച് ഒരു ഫെലോഷിപ്പ് ഉണ്ടാവുകയാണ്, ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണ് ഭക്ഷണത്തിനിടയ്ക്ക്. യേശുവിൻ്റെ ഏറ്റവും ആദ്യത്തെ അത്ഭുതവും ഒരു സൗഖ്യമാക്കലോ ഒരു ബാധ ഒഴിപ്പിക്കലോ അല്ല, അതൊരു കല്യാണത്തിലാണ്. അവൻ ആ ആഘോഷം തുടരാൻ സഹായിക്കുന്നു. ആളുകൾക്ക് ഒരുമിച്ച് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു അവിടെ കൂടുതൽ വീഞ്ഞുണ്ടാക്കുന്നു. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 2 ശിഷ്യന്മാർ എമാവോസിലേക്ക് നടക്കുകയാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തു എഴുന്നേറ്റ് അവരോട് സംസാരിക്കുമ്പോൾ പോലും അവർ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല. അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു. ഒടുവിൽ അത് തുറക്കുകയും ചെയ്യുകയുണ്ടായി. എപ്പോഴാണെന്നറിയാമോ? അവർ ഇരുന്ന് യേശുക്രിസ്തു അപ്പം നുറുക്കുമ്പോൾ. ആ ഭക്ഷണത്തിൽ വെച്ച് അവർ യേശുക്രിസ്തുവിനെ അറിഞ്ഞു. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് വേദപുസ്തകത്തിൽ ദൈവവും മനുഷ്യരും വന്ന് കൂടിച്ചേരുമ്പോഴേക്കും അവിടെ ഭക്ഷണം ഉണ്ടാവാറുണ്ട്. എപ്പോഴും ഉണ്ടാവാറില്ല, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവാറുള്ളത്. നമ്മൾ കണ്ടു 3 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിനെ പിന്തുടർന്ന ആ പരാതിയുടെ ചോദ്യം എന്തായിരുന്നു? അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്? ദൈവം എപ്പോഴും ഭക്ഷണത്തിൻ്റെയും കൂട്ടായ്മയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കണ്ടിരുന്നു. വേദപുസ്തകത്തിൽ ഭക്ഷണമേശ ഒരു ചെറിയ കാര്യമല്ല, അതാണ് ദൈവം ഉപയോഗിക്കുന്ന വഴി. അവിടെയാണ് മതിലുകൾ വീഴുന്നതും ആളുകൾ ശരിക്കും കാണപ്പെടുന്നത്, ദൈവം വരുന്നത്. അതുകൊണ്ട് ഇതിൽ യേശുവിനെ പിന്തുടരാൻ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതിൽ വലിയ തിയറിയൊന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു കാര്യമാണ്. ആളുകളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിക്കുക. ആളുകൾക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ല, അത് രണ്ടും 2 കാര്യങ്ങളാണ്. ഭക്ഷണം 100 പേരെ അറേഞ്ച് ചെയ്ത് അവർക്ക് ഭക്ഷണം നൽകുന്നത് ഒരു കാര്യവും, ഒരു വ്യക്തിനെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ കഴിക്കുന്ന മേശയിലേക്ക് ഇരുന്ന് കഴിക്കാൻ ക്ഷണിക്കുന്നത് 2 കാര്യങ്ങളാണ്. നമ്മുടെ സഭയിലുള്ള ആളുകളെ മാത്രം വിളിക്കുന്ന കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം വിശ്വസിക്കുന്നവരെ മാത്രം വിളിക്കുന്നതല്ല. നമ്മൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്ത ആളുകളെ വീട്ടിലേക്ക് വിളിക്കണം, അവരുടെ കല്യാണങ്ങളിലേക്ക് പോകണം. അവർ ക്ഷണിക്കുമ്പോൾ അവരെ നമ്മുടെ കല്യാണങ്ങൾക്കും വിളിക്കണം. വെറും മര്യാദയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന കൊളീഗ്സ് നമുക്കുണ്ടാവും, ക്ലാസ്മേറ്റ്സ് ഉണ്ടാവും, എന്നാലും നമ്മൾ അവരെ ഹൃദയം കൊണ്ട് സുഹൃത്തുക്കളാക്കത്തില്ല. കാരണം പള്ളിയിലുള്ളവർ മാത്രമാണ് സുഹൃത്തുക്കളാക്കേണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലായി പോകുമ്പോഴേക്കും ഇതാണ് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നത്.
നമ്മൾ പെട്ടെന്ന് ഒരാളെ ചർച്ചിലേക്ക് വിളിക്കും, പക്ഷെ അവരെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാൻ നമ്മൾ തയ്യാറല്ല. അവരെ ഒരു നമ്പറായോ ഒരു മാനസാന്തരത്തിൻ്റെ ടാർഗറ്റായോ കാണരുത്. അവർ ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരായി ഒരു കുടുംബത്തിലെ അംഗങ്ങളായി കാണണം. അവർ ഇപ്പോൾ സഭയിലില്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരല്ല. ആദ്യം സ്നേഹം, ആദ്യം സൗഹൃദം. അല്ലാതെ വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ അവരുമായി എങ്ങനെ കൂട്ടുകൂടും, എങ്ങനെ സൗഹൃദം കൂടും എന്ന് പറയുന്നത് ശരിയല്ല. യേശു ലേവിയോട് അവൻ്റെ യോഗ്യത ചോദിച്ചിട്ടല്ല അവന് ഭക്ഷണത്തിന് വിളിച്ചത്. ചുങ്കക്കാരോട് ആദ്യം നന്നാകാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ആ ജോലി വിടാൻ പറയുന്നില്ല. അവനിരുന്നു, അവനപ്പം നുറുക്കി. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പ്രധാനപ്പെട്ടവരാണ്, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് കേട്ടിട്ട് ഞാൻ സഭയിലുള്ള ചർച്ചിലുള്ള ഫരീഷന്മാരോട് കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത്. ഞാനും ഒരു ഫാരിസി തന്നെയായിരുന്നു. ഞാനും ഈ വര വരച്ചിട്ടുണ്ട്. നിങ്ങളെ ഇതുവരെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ആരെങ്കിലും ഈ വര വരച്ച് അപ്പുറത്ത് നിർത്തി കാണുന്നുണ്ടായിരുന്നെങ്കിൽ, അത് ഞാനായിരുന്നെങ്കിലോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ, അങ്ങനെ കാണിച്ചവർ നിങ്ങളെ വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഇനി അത് നമ്മൾ ചെയ്യരുത്. ഇനി നമുക്ക് എല്ലാവരെയും ആദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം, ഒരു സുഹൃത്താകാൻ. പാപികൾ എപ്പോഴും പാപികളായിരിക്കില്ല. അഥവാ ആണെങ്കിൽ പോലും അവരെ വേർതിരിക്കേണ്ടത് നമ്മളല്ല. യേശു അത് ചെയ്തില്ല. അപ്പോൾ നമുക്കും അത് ചെയ്യാനുള്ള ഒരു അവകാശവും ഇല്ല. ഈ വീഡിയോ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയട്ടെ. കാരണം ഇത് തെറ്റിദ്ധരിക്കാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ വീഡിയോ ഇതുവരെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് തോന്നാം. കാരണം പാപം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ല, അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യമല്ല എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പാപമാണ് യേശുവിനെ നമുക്ക് വേണ്ടി ക്രൂശിൽ കയറ്റിയത്. നമുക്ക് വേണ്ടി മരിക്കാൻ യേശു തയ്യാറായതും നമ്മൾ പാപം ചെയ്തതുകൊണ്ടാണ്. യേശുവിന് ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിൽ വളരെ ശ്രദ്ധയുണ്ടായിരുന്നു. പോയി ഇനി പാപം ചെയ്യരുത് എന്ന് യേശുക്രിസ്തുവാണ് പറഞ്ഞിട്ടുള്ളത്. ആ നിലവാരം ഒരിക്കലും താഴ്ന്നില്ല. നമ്മളും ഒരിക്കലും താഴ്ന്ന് കാണാൻ പാടില്ല. ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കൾച്ചറലായ വ്യത്യാസത്തെ പാപവുമായി കൂട്ടിക്കലർത്തുന്നത് നമ്മൾ നിർത്തണം. നമ്മൾ സമൂഹത്തിൽ ഒഴിഞ്ഞു മാറുന്ന പലതും ശരിക്കും പാപമല്ല, അത് വെറും പരിചയമില്ലാത്ത ഒന്നാണ്. പിന്നെ ശരിക്കും പാപം ഉള്ളിടത്ത് പോലും യേശു ആദ്യം ആളുകളെ സ്നേഹിച്ചു, സ്വീകരിച്ചു. പിന്നെ ആ സ്നേഹവും സ്വീകരണവുമാണ് അവരെ മാറ്റിയത്. ഭക്ഷണമേശയിലേക്ക് വരാൻ അവർ ശുദ്ധരാകുന്നത് വരെ യേശുക്രിസ്തു കാത്തിരുന്നില്ല. ഫാരിസീസിൻ്റെ തെറ്റ് അവർ ദൈവത്തെ സീരിയസായി എടുത്തതല്ല. അവർ ദൈവത്തെ എത്ര സീരിയസായി എടുത്തത് എന്നത് ചിലരെ പുറത്ത് നിർത്താനുള്ള ഒരു കാരണമാക്കി മാറ്റി. അതാണ് തെറ്റ്. ആ തെറ്റ് അത് നമ്മളും ഇടയ്ക്ക് ചെയ്യാറുണ്ട്, ഞാൻ ഉൾപ്പെടെ. അത് നമ്മൾ ആവർത്തിക്കുന്നത് നിർത്തുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതുമായി നിങ്ങൾ സമയം ചെലവഴിച്ച്, ദൈവവുമായിട്ട് സമയം ചെലവഴിച്ച് അതിൽ വർക്ക് ചെയ്യണം. ഈ വീഡിയോ ആവശ്യമുള്ള ഒരാൾക്കുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ കണ്ടതിൽ വളരെ നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്. അതുവരെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.